ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, ഇടാൻ പറ്റിയിട്ടില്ല ഇനി കേട്ടോ. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇതാ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ നല്ലോണം കത്തിച്ചിന് കേട്ടോ. നല്ല ഉഷാറായിട്ട് വിറകൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തീപ്പെട്ടിക്കൊള്ള എരുതി വെച്ച് കൊടുത്തണേ. അപ്പം വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി ഒന്ന് തിളച്ചാരിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചെമ്മി കൊണ്ടുവന്നു കേട്ടോ. ചെമ്മി നല്ല വെള്ള ചെമ്മിയാണ്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ പോയിട്ട് കുറച്ച് ചീരയും അങ്ങനെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാണ്. അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചീര നന്ദമൂള അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അനീഷേട്ടനും വീട്ടിലുണ്ട്. മക്കളെല്ലാം ഉണ്ടല്ലോ, സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു പ്രത്യേകം പറയണ്ട, ഒരു വീട്ടിലുണ്ട്. അപ്പം ഞാൻ ഓൾ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഓൾ അരിയട്ടെ. അതൊക്കെ ഒരു കുഞ്ഞു പണികളൊക്കെ ഓരോരുത്തർ സഹായിച്ച് തരുമ്പോൾ നമുക്കതൊരു ഏറെ ആശ്വാസമല്ലേ. അപ്പോൾ അതും ഓര് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ ഞാൻ ചെമ്മി ഒന്ന് പൊളിച്ചെടുക്കാൻ കേട്ടോ. കുറച്ചുണ്ട് സംഭവം, പക്ഷേ ഇത് പൊളിച്ചെടുക്കാൻ നേരത്ത് തോനെ കാണുമെങ്കിലും പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയും ചെയ്ത് ഇന്നിപ്പോൾ ഇത് തികയൊന്നും തോന്നണില്ല. കാരണം ചെമ്മി കറി വെച്ചവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീരും, പെട്ടെന്ന് ഉച്ചയ്ക്ക് തന്നെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പൊളിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറയും കുറച്ച് ഈ മാറ്റി വെച്ചോണ്ട് ഈ കറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, രാത്രിത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറൊക്കെ റെഡിയായി. ഞാൻ ചെമ്മിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ മുരിങ്ങക്കായ, തക്കാളി, പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിന് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ ഇട്ടിട്ടാണ് ചെമ്മിക്കറി. അപ്പോഴാണ് ആലോചിച്ചത് തേങ്ങ പൊട്ടിച്ചതും പൊളിച്ചതും ഒന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ വീടിന് ചുറ്റും നടന്ന് നോക്കിയപ്പോൾ എനിക്കൊരു തേങ്ങ കിട്ടിയിട്ടോ. തെങ്ങിൻ്റെ മുകളിലെല്ലാം ഉണങ്ങി കിടക്കുകയാണ്. പക്ഷേ തേങ്ങ വലിക്കാര കിട്ടാത്തതുകൊണ്ട് തന്നെ വീഴുമ്പോൾ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മൾ അതൊക്കെ പീടിയെന്ന് തന്നെ വാങ്ങലാണ്. അപ്പം നോക്കി നടന്നപ്പോൾ എനിക്കൊരു കുഞ്ഞ് തേങ്ങ കിട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്ന് പൊളിച്ചെടുക്കട്ടെ എന്ന്. ഞാൻ അധികം ഇങ്ങനെ തേങ്ങ പൊളിക്കാൻ നിൽക്കലില്ല കേട്ടോ. എനിക്ക് ബലം പിടിച്ചിട്ട് ഇതിങ്ങനെ പൊന്തിക്കുക എന്ന് പറയുമ്പം കൈക്കൊക്കെ ഭയങ്കര വേദനകളുള്ളതുകൊണ്ട് തന്നെ അധികം അഭിയോ അനീഷേട്ടനോ ആണ് പൊളിച്ച് തരൽ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒന്നല്ലേ ഉള്ളൂ, അത് ഞാൻ തന്നെ പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ തേങ്ങ പൊളിക്കാനൊക്കെ. കൈവേദന കാരണമാണ് ഞാൻ ഇതിന് നിൽക്കാത്തതൊക്കെ. അപ്പം ഒരു കുഞ്ഞ് തേങ്ങ, അപ്പം അത് ഇന്നത്തെ ഈ ഒരു കറിയിലേക്കുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്തുമോള് ചീരയൊക്കെ നല്ല ഉഷാറായിട്ട് അരിഞ്ഞ് വെച്ചിന് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലിയുള്ളി അരിഞ്ഞ് വെച്ചിന്, കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തോല് ഒളിച്ച് വെച്ചിന്. പിന്നെ ഇതാ ഒരു കുഞ്ഞ് തേങ്ങയാണ്. ഇതൊന്ന് ചീരയിലേക്കും കുറച്ച് എടുക്കണം, കറിയിലേക്കും ആവശ്യത്തിന് വേണമല്ലോ. അപ്പോൾ ആ രണ്ട് മുറയും കൂടി ചിരവിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചിരവാൻ വേണ്ടി നിന്നതാട്ടോ. മുടിയൊക്കെ ഇങ്ങനെ പൊന്തിച്ച് കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ് കേട്ടോ. വെയിലിൻ്റെ ശക്തി അത്രയ്ക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ആ ഒരു ശൈലി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം വെയിൽ കാരണം വീടിൻ്റെ മേലേക്ക് ഒരു മരങ്ങൾ പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വെയിലാട്ടോ ഞങ്ങൾക്ക്. അപ്പം ടെറസിൻ്റെ ചൂട് ഇരട്ടിക്കുകയാണ്. പകൽ ഇത്രയും ചൂടാണെങ്കിലും രാത്രിയും അതിലിരട്ടി ചൂടാണ് കേട്ടോ. കിടന്നുറങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് റിസ്ക്കാണ്, കാരണം ചൂടുകൊണ്ട് കിടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറൊന്ന് വെന്ത് റെഡിയായിന്. ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പം ഊറ്റിയെടുക്കണ ഒരു തിരക്കിലായി. ഊറ്റിയിടണ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണ്ടേ, വെള്ളത്തിലേക്ക് നമുക്ക് ഊറ്റിയിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കണ ഒരു കുഞ്ഞി ചെമ്പാണ് കേട്ടോ അത്. അതിലേക്കാണ് ഞാൻ കഞ്ഞിവെള്ളം ആവശ്യത്തിനുള്ളത് എടുത്ത് വയ്ക്കുക. ആർക്കെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാലോ വിചാരിച്ചിട്ട് അത് ഇനി ആര് കുടിച്ചാലും കുടിച്ചില്ലേലും ഞാൻ അതിൽ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഒരു ഇതാണ്, ധൈര്യമാണ്. ആരെടുത്തും പോയിട്ട് നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് ചോദിക്കേണ്ടല്ലോ അല്ലേ, അതിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനത് സ്റ്റോക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ചോറൂറ്റാൻ പാത്രമൊക്കെ ചൂടായിന് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ കറിച്ചട്ടി വെച്ച് കൊടുക്കണം. ഒക്കെ അടുപ്പത്തുള്ള പരിപാടി കേട്ടോ. ഗ്യാസ് ഉണ്ടെങ്കിലും ഞാനിങ്ങനെ അടുപ്പത്ത് നമുക്ക് തീ ഉണ്ടല്ലോ, നല്ല കണലുമാണ്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഗ്യാസൊന്നും കത്തിക്കേണ്ട, ഇതിൽ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടുപ്പത്ത് തന്നെ ചട്ടി വെച്ച് കൊടുത്ത് നല്ലൊരു വിറകും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ കത്തിക്കോളുമല്ലോ. അപ്പം കറിച്ചട്ടി ഒന്ന് നല്ലൊരു വലുതുണ്ടായിന് കേട്ടോ. അതിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് പൊട്ടിപ്പോയി.
അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഒരു ചട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ ചട്ടിയും ഇനി പൊട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു കുഞ്ഞു പൊട്ട് അതിൻ്റെ വക്കത്തൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പം അൻചേട്ടനോട് ഞാൻ ഇന്നലെ പറയും ചെയ്ത്, അൻചേട്ടാ ഒരു ചട്ടിയും കൂടി വാങ്ങണം, ഈ ചട്ടി ഏകദേശം പൊട്ടാനായി തുടങ്ങിയെന്ന്. അപ്പോൾ ഈ ഇപ്പം തൽക്കാലം ഉള്ളതിൽ വെച്ചോന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൽ തന്നെ വെക്കാൻ നിന്നതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റണ പണി നടക്കുന്നുണ്ട്, കറി ഉണ്ടാക്കണ പണി നടക്കുന്നുണ്ട് കേട്ടോ. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിന്. അപ്പോഴാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണത് കേട്ടോ. ആദ്യം ഞാൻ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ഇഞ്ചി ചിലപ്പോഴൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ, ചില സമയത്ത് ഒരു ഇടണ്ടാന്ന് തോന്നുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കൂല കേട്ടോ. അപ്പം പിന്നെ ആ വെളുത്തുള്ളി ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ കുറച്ച് വെല്ലുള്ളീൻ്റെ കഷ്ണങ്ങളാക്കി വെച്ചതുണ്ട്, ഇനി അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഇതിലിട്ട് വാട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ അത് പ്രത്യേകിച്ച് ഇതാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മുരിങ്ങക്കായ അത്യാവശ്യം വേവുള്ളൊരു സാധനമല്ലേ, അപ്പോൾ തക്കാളിയൊക്കെ വാട്ടണിൻ്റെ കൂടെ ഒന്ന് വെന്തോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നിന്നാലും പെട്ടെന്ന് വേവും ചെയ്യും. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിന്. അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്താലേ അതവിടെ കിടന്ന് നല്ല ആവിയിൽ വേവണ പോലെ വെന്തോളും. കാരണം നല്ല ചൂടായിട്ട് വിറക് കത്തുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ ഉഷാറായിക്കോളും. അപ്പം മുരിങ്ങക്കായ 3 എണ്ണം ഉണ്ട് കേട്ടോ. അനീഷേട്ടൻ കൊണ്ടുവന്നത് 3 എണ്ണം ഞാൻ എടുത്തിന്. കറിയിലിട്ടത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ മുരിങ്ങക്കായ. അപ്പോൾ ഇനി അത് ഒന്നായിട്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ല, അത് ചിലപ്പം കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണങ്ങിയിട്ട് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ ആ 3 മുരിങ്ങക്കായ എടുത്തിട്ട് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ചട്ടിയിൽ തന്നെയാണല്ലോ സംഭവം ഉണ്ടാക്കണത്, അല്ലെങ്കിൽ ഞാൻ ഗ്യാസുമ്മൽ ചീനച്ചട്ടി വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കൽ. അപ്പം ഇന്ന് അടുപ്പത്ത് തന്നെ ആയിക്കോട്ടെ. അപ്പം എല്ലാം കൂടി ഒരു തിരക്കാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അനീഷേട്ടൻ വീട്ടിലുണ്ടാകുമ്പം ചോറായോ കറിയായോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് നടക്കും കേട്ടോ ആൾ. അപ്പോൾ ആൾ വീട്ടിലുണ്ടാകുമ്പോൾ വെപ്പിൻ്റെ പണി വേഗം കഴിയണം. അപ്പം ചോദിക്കുമ്പോൾ അങ്ങോട്ട് ചോറ് എടുത്ത് കൊടുക്കാമല്ലോ. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കുറച്ച് കഞ്ഞി തരുമോ, എനിക്ക് കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറയാട്ടോ. ഞാൻ അവിടെ എനിക്കിപ്പോൾ തരാം, കറിയിൽ മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് തരാൻ പറയാട്ടോ. അപ്പോൾ പറയാണ് എൻ്റെ ഫോണിലൊരു നമ്പർ ഉണ്ട്, അതൊന്ന് സേവ് ചെയ്യ് പറയട്ടെ. ഞാൻ അവിടേക്ക് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. അപ്പോൾ പറയണ്ടോ അനക്ക് നല്ല തിരക്കാണല്ലേ, എന്നാൽ ഞാൻ തന്നെ കഞ്ഞി എടുത്ത് കുടിച്ചോളാം അറിയണം കേട്ടോ. അപ്പോൾ പിന്നെയും വന്നതാട്ടോ. കുറച്ച് മുളകിട്ടാൽ മതി കറിയിൽ, ഓവർ ഇടണ്ട, മക്കൾക്ക് കൂട്ടാൻ കഴിയൂല എന്നൊക്കെയാട്ടോ പറയണത്. അതാണ് എരി കൂടിപ്പോയാൽ മക്കൾ തിന്നൂല, അതുകൊണ്ട് എപ്പോഴും പറയും ഈ എരി ഇടുമ്പം കുറയ്ക്കണേന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഇന്ന് ആൾ പ്രത്യേകിച്ചും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. മുളക് കുറച്ചിട്ടാൽ മതി കേട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഇന്ന് ഏതായാലും പണിയെടുത്തോ, ഞാൻ കഞ്ഞി കുടിച്ചോളാം പറഞ്ഞിട്ട് ആളെന്നെ കഞ്ഞി എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഇന്ന് വീട്ടിലില്ല, പണിയില്ലാതെ നിൽക്കുമ്പോൾ ഓർക്കൊരു വിശപ്പല്ലേ. അപ്പം 10 മണിക്കൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം പണിക്ക് പോകുമ്പോൾ എന്തായാലും ചായ കൊണ്ട് പോകണമല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ലേശം വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അഞ്ചേട്ടൻ കഞ്ഞിയൊക്കെ എടുത്ത് കുടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് മസാലയൊക്കെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം കേട്ടോ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അത് ചെമ്മിയൊക്കെ ഇട്ട് കൊടുത്തിന് ഉഷാറായി തിളച്ചിന് കേട്ടോ. ഇനി നമ്മളെ തേങ്ങയൊക്കെ ഒന്ന്, ഇത് ഉപ്പേരിയിലേക്കുള്ള ഞാൻ മാറ്റി വെച്ചതാണേ, ബാക്കി തേങ്ങ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിന്. അപ്പോൾ അത് നല്ല തിളയ്ക്കുന്നുണ്ട്. കാരണം മുരിങ്ങക്കായൊക്കെ വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാട്ടോ, ചെമ്മിക്കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ അല്ലേ. അപ്പോൾ അത് ഉഷാറായിട്ട് വെന്തിന്, ചെമ്മീൻ വെന്തിന് കേട്ടോ. മുരിങ്ങക്കായ ഉടഞ്ഞിട്ടൊന്നുമില്ല, സൂപ്പറായിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കണം. തേങ്ങ, മഞ്ഞൾപ്പൊടിയും ഒരു ഇല്ലി വെളുത്തുള്ളിയും ഒരു 2-3 ചുവന്നുള്ളിയും കൂടി കൂട്ടിയിട്ടാട്ടോ ഞാൻ അരച്ചത്. അപ്പോൾ മീൻകറിയിലേക്ക് ഞാൻ ഓവർ വെളുത്തുള്ളി അരയ്ക്കൂല കേട്ടോ, അത് പ്രത്യേക ചോയല്ലേ അരച്ച് വരുമ്പം, അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടൊന്നും അരയ്ക്കൂല. അപ്പോൾ അതാ കറി ഇനി ഇതൊന്ന് തേങ്ങ അരച്ച് കലക്കിയതൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴേക്കും ഞാൻ നല്ല കറിവേപ്പിൻ്റെ ഇല കൊണ്ടുവന്നത് തന്നെ ഉണ്ടേനി കേട്ടോ. പക്ഷെ അത് എടുത്ത് വെച്ച സമയം കൊണ്ട് തന്നെ വാടൽ തുടങ്ങി, ചൂടിൻ്റെ ശക്തി കൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വാടൽ തുടങ്ങി. എന്നാലും ഞാനത് നല്ല കഴുകിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാട്ടോ കാണുന്നത്, അത് നമുക്ക് ഈ കറിയിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങ അരച്ച ചെമ്മിക്കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ടുള്ളൊരു വറവിട്ട് കൊടുക്കുമ്പം അത് നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേണം ചീനച്ചട്ടി വെച്ച് കൊടുക്കാനായിട്ട്. തീൻ്റെ ശക്തി കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ നല്ല വിയർത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരുമ്പലും കുളിയൊക്കെ കഴിക്കാനായിട്ട്. പക്ഷേ നന്ദുമോളോട് ഞാൻ പറഞ്ഞ് കുറച്ച് ഒന്ന് വേഗം തിരുമ്പിയിട്ടോന്ന് പറഞ്ഞപ്പോൾ നന്ദു കുറേയൊക്കെ തിരുമ്പിയിട്ട് കേട്ടോ മെഷീനിലിട്ട്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് ബാക്കി കല്ലുമെന്ന് തിരുമ്പാനും കുറച്ചുണ്ട് കേട്ടോ, നല്ല ഡ്രസ്സുകളൊക്കെ. അത് കല്ലുമ്പോൾ തിരുമ്പി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക വേഗം കുളിച്ച് കയറാം, കുറച്ചേ ഉള്ളൂ തിരുമ്പാനായിട്ട്. അപ്പോൾ നന്ദു ആ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അപ്പോൾ ഞാൻ ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ, കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ച് സെറ്റായിന് കേട്ടോ, നല്ലോണം മൂത്ത് വരട്ടെ. നല്ലൊരു ബ്രൗൺ കളർ വന്നാലല്ലേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ.
അല്ലാതെ ആ വെള്ള കളറോട് കൂടി നമുക്ക് കറിയിലേക്ക് ഇട്ടാൽ ആ ഒരു സുഖമില്ല കേട്ടോ. അതെല്ലാവർക്കും അറിയണ കാര്യം കേട്ടോ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനീഷേട്ടനാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്ന ആൾ. നമ്മളൊരു കുഞ്ഞ് സ്റ്റാൻഡുള്ളത് പൊട്ടിപ്പോയിട്ടോ, എങ്ങനെയും അറിയില്ല, എൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ വലിയ സ്റ്റാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിലും എനിക്ക് അതത്ര ഒരു പിടുത്തം പോരാ. അപ്പോൾ അനീഷേട്ടനോട് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞ് വന്നതാട്ടോ. അതൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യും. ഇടയ്ക്കൊന്ന് വിളിച്ചാലാണ് എനിക്കിപ്പോൾ വയ്യ എന്നൊക്കെ പറയുമ്പം പിന്നെ ഞാൻ നമ്മളെ വീഡിയോ എടുക്കണ സ്റ്റാൻഡ് തന്നെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഉഷാറായി വറവൊക്കെ. ഇനി ഒരു ചീരപ്പേരി ഉണ്ടാക്കണ്ടേ? നന്ദുമുള അരിഞ്ഞു വെച്ച ചീര ഉണ്ടല്ലോ, അപ്പോൾ ആ ചീരപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ചീനച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ. നല്ല ചൂടുള്ള തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി വെളിച്ചെണ്ണയും കടുകും ഒക്കെ റെഡിയാക്കി എടുത്തേക്കണ്ടേ. അപ്പോൾ അത് ചീനച്ചട്ടി ചൂടായി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, ഒഴിക്കേണ്ട താമസം കേട്ടോ, വെളിച്ചെണ്ണ ചൂടായി. അതാണ് നമ്മളെ തീയിൻ്റെ പവർ അല്ലേ. ഗ്യാസ് ആണെങ്കിൽ ഇപ്പം അത്രയും പെട്ടെന്ന് ചൂടാവില്ല എന്ന് തന്നെ പറയാം അല്ലേ. പക്ഷേ ഗ്യാസ് വേണ്ടോടത്ത് ഗ്യാസ് വേണം താനും. ഗ്യാസിൻ്റെ ഒരു ഉപകാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉപകാരം തന്നെയാണ്. രാവിലെയൊക്കെ ആ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് പോണത് എന്ന് തന്നെ പറയാം. അനീഷേട്ട 7 മണിക്ക് പോകാനാകുമ്പോഴേക്ക് എല്ലാം ആവണ്ടേ. അപ്പോൾ ചോറ് മാത്രമേ ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അതിന് ശേഷം നമ്മൾ ചീരയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല അടി ഇങ്ങോട്ട് മറഞ്ഞ് കിട്ടണ്ടേ. ആ വെളിച്ചെണ്ണേൻ്റെ ആ ഒരുതും കടുകിൻ്റെ ആ ഒരുതൊക്കെ കൂടി ഇങ്ങോട്ട് കുഴഞ്ഞ് കിട്ടിയാലേ അതൊരു സെറ്റാകുള്ളൂ അല്ലേ. ഇപ്പോൾ ചീരയൊക്കെ നല്ല അടിപൊളി വൃത്തിയിൽ അരിഞ്ഞിട്ട് ആൾ നമ്മൾ പണിയെടുക്കുമ്പോൾ അത് അതിൻ്റേതായ രീതിക്കൊക്കെ ചെയ്യും കേട്ടോ, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ദിവസങ്ങളിലൊരു കുഞ്ഞു മടി വന്നാൽ മാത്രമേ ഒരു പണിക്കും ആളെ കിട്ടാത്തേ ഉള്ളൂ കേട്ടോ. അപ്പം സംഭവം സെറ്റായി. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിന്, ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്തിന് കേട്ടോ. ഇതിൽ നമ്മൾ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി എടുക്കുക കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കണതിനോടാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയാലാണ് കഴിക്കുക എന്ന് അങ്ങനെ ആ ഒരു രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ. പിന്നെ വെറുതെ ഒരു ആർഭാടം കാട്ടിയിട്ടൊന്നും പല ഐറ്റംസുകൾ ഇട്ടിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രീതിക്കാണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയതും ഉണ്ടാക്കലും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു എന്താ പറയുക തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ചീരപ്പേരി റെഡിയായി. ഇവിടെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് അനീഷേട്ടൻ വളവ് പോയപ്പം വളവിലുള്ള വളവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങാടിയാണ് കേട്ടോ. മണ്ണൂർ വളവിലെ അങ്ങാടിയാണ്. അപ്പോൾ അവിടെ പോയപ്പം ഇത് ഏതോ ഒരു തൊടിയിൽ നിന്ന് കൃഷി ഉണ്ടാക്കിയിട്ട് അത് ആ സ്പോട്ടിൽ ഇങ്ങനെ മുറിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. അപ്പോൾ അനീഷേട്ടൻ ഇങ്ങനെ കെട്ട് കണക്കിനൊരു അർബാനയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കണത് കണ്ടപ്പം വാങ്ങിയതാണ്. അധികവും ഇങ്ങനെ വാങ്ങലുണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസം ഒരു സ്പെഷ്യലായിട്ട് ചുവപ്പ് ചീര ഇങ്ങനത്തെ പച്ച ചീര ഒക്കെ ഒരു വണ്ടിയിലാക്കി കൊണ്ടുവരും. അപ്പം അത് ആ സ്പോട്ടിൽ തന്നെ അവിടെ കച്ചവടം ചെയ്ത് കഴിയും ചെയ്യും കേട്ടോ. അത്രയ്ക്കും ആൾക്കാരുണ്ടാവും ഇത് വാങ്ങാനായിട്ട്. കാരണം നല്ല ഫ്രഷാണ്, ഒരു കേടുള്ള ഇല പോലും ഇല്ല കേട്ടോ. അത്രയും നല്ല വൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങുവര്. അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ നമ്മളെ കറി റെഡിയായി, അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞ് ഉപ്പേരി റെഡിയായി. ഞാൻ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. അപ്പോഴാണ് ഞാൻ പുറത്തേക്ക് നോക്കിയത്. പൊരി വെയിലാണ്. സമയം 1:30 ആയിട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ചോറ് തിന്നാൻ മക്കളൊക്കെ വിളിച്ച്, അപ്പോൾ മക്കളൊക്കെ പറഞ്ഞ് ചോറ് വേണ്ട അമ്മ ഇപ്പം വേണ്ട പറഞ്ഞു. ഒരു 10 മണിക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ചോറ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറ് തിന്നാൻ വിചാരിച്ച്. അനീഷേട്ടനെ വിളിച്ചപ്പം പറഞ്ഞു എനിക്ക് ഇപ്പം വേണ്ട പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ചോറ് എടുക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഇന്ന് രാവിലെ അനീഷേട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നത് ഇനി ചായക്കടയിൽ പോയിട്ടേ. ഇന്ന് രാവിലെ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് രാവിലെ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. പറയുമ്പോൾ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അപ്പം പൊറോട്ടയാണ് തിന്നതെങ്കിലും പക്ഷേ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വിശന്നിന് കേട്ടോ. അപ്പം ഞാൻ ചോറ് എടുക്കുകയാണ്. കറി ഞാൻ ചോറിൽ തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് കറിയും അത്യാവശ്യത്തിന് ചോറൊക്കെ എടുത്തിന്, വിശപ്പ് മാറണ്ടേ, അത്രയ്ക്കും ചോറൊക്കെ എടുത്തിന്. പിന്നെ ഉപ്പേരി, നല്ല അടിപൊളി ഉപ്പേരി, രാത്രിത്തേക്കും കൂടി കണക്കാക്കിയിട്ട് വെച്ചതാട്ടോ. അതുകൊണ്ട് തന്നെ തോനുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഉപ്പേരി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അനീഷേട്ടൻ അകത്തുനിന്ന് വിളിക്കുന്നത്, എനിക്കും ചോറ് വിളമ്പിക്കോ ഞാനും തിന്നാ പറഞ്ഞിട്ട്. അപ്പോൾ അനീഷേട്ടൻ നേരത്തെ കഞ്ഞി കുടിച്ചാന്ന് പറഞ്ഞല്ലോ. അപ്പം പറഞ്ഞു ഏതായാലും ഇപ്പം തിന്നാൻ പോവുമല്ലേ, ഇനി അതിൻ്റെ ഇടയിൽ ഈ പാത്രം കൂടി അങ്ങോട്ട് കഴുകി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അനീഷേട്ടനും കൂടി ഉള്ള ചോറൊക്കെ വിളമ്പി കൊടുത്ത്. അപ്പം മൂപ്പര് തൈര് കൊണ്ടുവന്നിനി കേട്ടോ. ആ തൈരൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മേശമേൽ വെച്ചിന്. അപ്പോൾ ഞാൻ അനീഷേട്ടനുള്ള കറിയും ഉപ്പേരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാട്ടോ കൊടുക്കുക. അതിന് ചോറിൽ അങ്ങനെ ഇട്ട് കൊടുക്കണത് അനീഷേട്ടന് ഇഷ്ടമല്ല. ഉപ്പേരി ആയാലും മീൻ പൊരിച്ചതായാലും എന്തെന്നെയും
ചോറിൽ വെച്ച് കൊടുക്കണതിനോട് താല്പര്യമില്ല കേട്ടോ ആൾക്ക്. എല്ലാം വേറെ വേറെ പാത്രത്തിൽ കൊടുക്കണം. അത് ആദ്യമുള്ളൊരു സ്വഭാവം കേട്ടോ. അപ്പോൾ ഉപ്പേരി വേറെ പാത്രത്തിൽ കൊടുത്ത്, കറി വേറെ പാത്രത്തിൽ, തൈര് വേറെ പാത്രത്തിൽ. ചില ദിവസങ്ങളിൽ ഞാൻ പറയൂട്ടെ, രാത്രിയൊക്കെ ചോറ് തിന്നുമ്പോൾ ഞാൻ മീൻ പൊരിച്ചൊക്കെ പ്ലേറ്റിൽ വെക്കട്ടെ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ പറയും എന്നാ അങ്ങനെ വെച്ചോ പറയും. എന്നാൽ രാത്രിക്ക് തോനെ പാത്രം കഴുകാൻ ആവൂല കേട്ടോ എന്നൊക്കെ പറയും ഞാൻ. അപ്പം പറയുക എന്നാൽ അങ്ങനെ വെച്ചോ എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ചോറ് തിന്നു കേട്ടോ. അധികം വർത്തമാനം കാര്യങ്ങളൊന്നും പറയില്ല, കാരണം പറയാനുള്ള സമയമില്ല കേട്ടോ. അത്രയ്ക്കും നല്ല വിശപ്പുണ്ട് സത്യം പറയാ വെച്ചാൽ. പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഇതല്ലേ. അപ്പോൾ ഒരുപാട് നേരമൊന്നും നിൽക്കാനുള്ള സമയവും ഇല്ല, വിശപ്പ് സഹിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടാളും ഇല്ല. അപ്പം ചീരപ്പേരിയും ചെമ്മിക്കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ചോറ് തിന്നുകയാണ്. അപ്പം ഇന്ന് രാവിലെ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ബീച്ചിൽ പോകണം എന്ന് നന്ദുമോൾ ഇങ്ങനെ പറയൽ തുടങ്ങിന്, കോഴിക്കോട് ബീച്ചിൽ. അപ്പം ചേട്ടൻ പറഞ്ഞു ഇപ്പം നല്ല വെയിലാണ് ഉണ്ടാവുക, പോകാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഓൾക്കൊരാഗ്രഹമല്ലോ, സ്കൂൾ കൂട്ടിയിട്ട് എവിടെയും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഇനി ഇതൊക്കെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കാതെ ബീച്ചിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നാളെ ബീച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളെ വീഡിയോസൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബീച്ചിലെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു.